ഒരുപാട് നാളായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേളാങ്കണ്ണിയിലാണ്. അപ്പോൾ നമുക്ക് വേളാങ്കണ്ണി ബീച്ചിലെ രാവിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അതെ, സൂര്യനൊക്കെ ഉദിച്ചു വരാണ്. കറക്റ്റ് ടൈമിലാണ് ബീച്ചിലേക്ക് എത്തിയത് കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ നിറയെ വേസ്റ്റാണ്. ബീച്ചിലൊക്കെ രാവിലെ തന്നെ നിറയെ പേര് നിൽക്കുന്നുണ്ടോ. സൺറൈസൊക്കെ കാണാനായിട്ട് വന്ന് നിൽക്കുന്നവരാണ്. അതുപോലെ കുളിക്കുന്നവർ രാവിലെ തന്നെ കടലിലേക്ക് ഇറങ്ങി കുളിക്കണമൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഈ ബീച്ചിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്പണായിട്ട് വരുന്നേ ഉള്ളൂ. ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള ഈ കടകളെല്ലാം അടച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. കുറച്ച് ടൈം ആവും കേട്ടോ ഒന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇതിലെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കടലിൽ നിന്ന് മീൻ പിടിച്ച് ലൈവായിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ബസ്സിനാണ് ഞാൻ വേളാങ്കണ്ണിക്ക് എത്തിയത്. അതും വർഷങ്ങളായിട്ട് ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി സർവീസ് നടത്തുന്ന KSRTC ബസ്സിനാണ് കേട്ടോ. നേരത്തെ ഇത് സൂപ്പർ എക്സ്പ്രസ് ആയിരുന്നു, പച്ച വണ്ടിയായിരുന്നു. ഇപ്പോൾ ഇത് സ്വിഫ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് റൂട്ടിലും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നേരത്തെ ആ വണ്ടി ചങ്ങനാശ്ശേരി, കോട്ടയം, മൂവാറ്റുപുഴ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം കൂത്താട്ടുള്ളതേക്ക് വരില്ല, ഏറ്റുമാനൂർ വന്ന് പാലാ, തൊടുപുഴ വഴിയാണ് മൂവാറ്റുപുഴയ്ക്ക് വരുന്നത് കേട്ടോ. അതെനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മൂവാറ്റുപുഴയാണ് കയറിയത്. തൊടുപുഴയിൽ നിന്ന് കയറുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആ വണ്ടി ഇന്നലെ വൈകിട്ട് 5 മണിക്ക് മൂവാറ്റുപുഴ വന്ന് ഇന്ന് വെളുപ്പിന് 6 മണിക്ക് വേളാങ്കണ്ണി എത്തി കേട്ടോ. 800 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ. നേരത്തെ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു സ്വിഫ്റ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം വെക്കേഷൻ ടൈം ആവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വേളാങ്കണ്ണിയിലും വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് റൂം കിട്ടാനായിട്ട് എളുപ്പമാണ്. ഞാനിവിടെ വന്ന വഴി അപ്പം തന്നെ റൂം എടുത്താറുണ്ട്. റൂം പള്ളിയുടെ വകയൊരു റൂമാണ് എടുത്തത്. അല്ലാതെ പുറത്തൊക്കെ റൂം കിട്ടും. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും നമ്മുടെ അടുത്ത് കൂടും കേട്ടോ, റൂം വേണമെന്നൊക്കെ ചോദിച്ചത്. പക്ഷേ പള്ളിയുടെ റൂം എടുക്കുമായിരിക്കും നല്ലത്. നല്ല നീറ്റ് റൂമാണ്. ഞാനെടുത്തത് നോൺ AC ആണേ. അപ്പോൾ ആ റൂം എടുക്കുന്നതിന് മുന്നേ അവിടെ ഒരു കൗണ്ടറാണ്, അവിടെ പോയി റെസിപ്റ്റ് എടുക്കണം. അവർ റെസിപ്റ്റ് വരും, അവിടെ പേയ്മെൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നോൺ AC ആണെങ്കിൽ 350 രൂപയാണ്. നമ്മൾ 700 രൂപ 350 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ അവർ തിരിച്ചു തരും. അപ്പോൾ ആ റെസിപ്റ്റായിട്ട് ഈ പള്ളിയുടെ കുറേ റൂംസ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ റൂം നമ്പറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ റൂമിൻ്റെ അവിടെ റിസപ്ഷനിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് വാങ്ങിയിട്ട് നമുക്ക് ചാവി തരും കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി, അത് AC എടുത്താൽ മതി. കാരണം അവിടെ AC ഒരു സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. AC റൂമിന് റേറ്റ് കുറവാണ്. പക്ഷേ നോൺ AC ആണെന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഈ 350 രൂപയുടെ റൂമാണെന്നുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ നീറ്റാക്കി തരും കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ടേ, ഇവിടെ നമുക്ക് റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് വേണം കേട്ടോ. അപ്പോൾ ആധാർ കാർഡ് കയ്യിലെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ഫോട്ടോ കാണിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്പർ പറഞ്ഞു കൊടുത്താലും മതി കേട്ടോ. വേറെ ഒരു ID പ്രൂഫും അവർ സ്വീകരിക്കില്ല. പിന്നെ 24 മണിക്കൂറാണ് നമുക്ക് അലോ ചെയ്തേക്കുന്നത് കേട്ടോ ചെക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം എന്താ ഈ കാണുന്ന ഏരിയയിലേക്കാണ് ഈ മീനെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. ബീച്ചിനോട് തൊട്ട് ചേർന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മീൻ ഓൾറെഡി വന്നെന്നാണ് പറഞ്ഞത് കേട്ടോ, നേരം വെളുക്കുന്നതിന് മുന്നേ വന്നേ. അപ്പോൾ എന്തായാലും മീനൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെളുപ്പിന് രാത്രിയിൽ തന്നെ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ വരും കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ഒരു ചന്തയുണ്ടേ മീനൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പള്ളിയുടെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇതെല്ലാം മീൻ പിടിച്ചുകൊണ്ട് വന്ന് കിടക്കുന്ന ബോട്ടുകളാണ് കണ്ടില്ലേ. ഇങ്ങനത്തെയുള്ള വലിയ ബോട്ടുകളിലാണ് ഒരു മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ബോട്ടൊക്കെ ഇന്നലെ വൈകിട്ട് 3 മണിക്ക് പോയതാണേ. അപ്പോൾ വെളുപ്പിന് 5 മണിയോട് കൂടി കരയ്ക്കടുത്ത ബോട്ടുകളാണ് കിടക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാന്നൊക്കെ ഈ ബോട്ട് കാണാനായിട്ട്. അതിൽ ചിത്രപ്പണികളൊക്കെ ചെയ്തേക്കുന്നത് ഇത് കണ്ടില്ലേ, വേളാങ്കണ്ണി മാതാവിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. എല്ലാ ബോട്ടുകളും കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അവിടെ ഒരു ബോട്ട് വരുന്നുണ്ട്, അതിൽ മീനുണ്ടാവുന്നതാണേ പറഞ്ഞത്. പണിക്കാരൊക്കെ മീനൊക്കെ കൊണ്ടുവന്നിട്ടേ എൻ്റെ വലയൊക്കെ നേരെയാക്കുന്ന പരിപാടിയും ക്ലീനിങ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ബോട്ടിൽ നമുക്ക് മീനുണ്ടോയെന്ന് നോക്കാം. കരക്കെടുത്തപ്പോൾ തന്നെ എഞ്ചിനൊക്കെ ഓഫ് ചെയ്തോട്ടത്. ആ ബോട്ടിന് ചെറുതായിട്ടും തട്ടിയത് കണ്ടല്ലേ. അതിൽ മീനുണ്ടോ ഏട്ടാ? അതെ അല്ലേ, ചെറിയ മീനുകളൊക്കെ ഉള്ളൂ അല്ലേ അതിൽ? ആ, അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ വീട്ടിലേക്ക്. ആ, വീട് തൊടുപുഴ അടിത്തല. ആ, അറിയാലേ. എന്താ ഇപ്പോൾ വന്ന ബോട്ടിലെ മീനാണേ. എന്താ കുറച്ച് മീനാണ് കിട്ടിയുള്ളൂ. പല ടൈപ്പിലുള്ള മീനുകളുണ്ട് കേട്ടോ. കൊഞ്ചുണ്ട്, കൊഞ്ചിൻ്റെ വലിപ്പം നോക്കി. ഉണ്ട് ഇവിടെ നേരത്തെ കൊണ്ടുവന്ന മീനുകളൊക്കെ എടുക്കുന്ന കണ്ടില്ലേ. ഇത് കച്ചവടക്കാർക്ക് കൊടുക്കാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അയല, നല്ല ഫ്രഷ് അയലയാണ്. അയലയും ഇതെന്താ, ഇത് പാമ്പാടേത്? ഇതെന്നാ ഇത്? വാള. പിന്നെ നമ്മുടെ കിളിമീനൊക്കെ ഉണ്ട് കേട്ടോ. ഇங்கே பெரிய போட்டு வராதா ഫിഷിംഗ് ബോട്ട്? ഇല്ല. അപ്പോൾ ആ പാലത്തിൻ്റെ അക്കരെയൊക്കെ നമുക്ക് കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടേക്കണ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ
ഇതിങ്ങനെയുള്ള ചെറിയ വള്ളങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഇതിനെന്താ പറഞ്ഞാൽ എന്തോ കട്ടമരം അങ്ങനെ എന്തൊക്കെയോ പറയില്ല, അതാണോ ഇത്? ഫൈബറാണേ കേട്ടോ. വലയെല്ലാം കെട്ടി കൂട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇതെല്ലാം മീൻ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ പള്ളിയിൽ വരുന്നവർ കൂടുതൽ പേര് ഇവിടേക്കൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ബോട്ടുകളിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ചെറിയൊരു ചന്തയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ലേലം ചെയ്യുകയാണ് കേട്ടോ. 350 ரூபா. விளைச்சி நல்ல மீனுக்கு வரும். 350, 400 ரூபா, 400 ரூபா, 400 ரூபா மயிறு, 400 ரூபா, 400 ரூபா, 400 ரூபா, 400 ரூபா, 3400. விலை இருந்தா கேளுங்க. 3400, 3400, 3400 ரூபா. இல்ல 100 ரூபா தான். அங்க வேற 200 ரூபா புடிச்சு போடு. ஜனா இல்ல 3400 രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ചിട്ടത് ഇത്രയും മീൻ. 200 ரூபா போட தம்பி. அண்ணா 200 ரூபா போட சொல்லுங்க. അത് 3200 വിളിച്ചാർന്നാ പറഞ്ഞത്. അപ്പോൾ ആ പ്രൈസിന് കൊടുത്തു കേട്ടോ. ആ അമ്മച്ചിക്ക് കൊടുത്തേ. ഇതൊക്കെ എന്നാ മീനത്? മടവ. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് കിലോയ്ക്കല്ല കേട്ടോ. ഇത് ഇത്രയും കൂട്ടം മീനില്ലേ, ഇതിന് 500 രൂപ. ഇത് മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപ കൊടുക്കും കേട്ടോ. ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? 1000. ഇത് എത്ര കിലോ ഇருக்கு? 2 കിലോ. ഇവിടെ കണ്ടില്ലേ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതെന്നാ മീനത്? കൂരി. ആ, കടൽ കൂരി. അതുപോലെ കരിമീൻ ഉണ്ട് കേട്ടോ. കരിമീൻ എന്നാ റേറ്റ് എவ்வளோ? കരിമീൻ 500 രൂപ. ഇത് മൊത്തം 500 രൂപയ്ക്ക്. ചെറിയ കരിമീനാണ്. 300 രൂപയ്ക്കാണ് നമ്മൾ തരുമെന്ന് പറഞ്ഞത് കേട്ടോ. നെഗോഷ്യബിൾ ഒക്കെയാണ് പ്രൈസ്. ഇത് നമ്മുടെ നങ്കാണ് കാണുന്നത്. ഇതിപ്പോൾ വള്ളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ 2 സൈഡിലായിട്ട് ധാരാളം കടകൾ നമുക്ക് കാണാം കേട്ടോ. കടകളെല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. നേരെ നോക്കി വേളാങ്കണ്ണി പള്ളി. മെഴുകുതിരികൾ വിൽക്കാനായിട്ട് ഉള്ള കടകളാണ്. ഇവിടുത്തെ മെഴുകുതിരികളൊക്കെ നോക്കി, ഇതേ പല വലിപ്പത്തിലും പല രൂപത്തിലും നല്ല കളർഫുള്ളായിട്ടുള്ള മെഴുകുതിരികൾ അടുക്കി വെച്ചേക്കുന്നുണ്ടോ. ഓ എൻ്റെ പോലെ ഇതൊക്കെ മെഴുകുതിരിയാണോ? നോക്കി. ആ, അതിൻ്റെ ഹൈറ്റ് നോക്കി. എൻ്റെ പൊല്ലോ, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മെഴുകുതിരി കാണണേ. ആണോ? ഇതിൻ്റെ ഹൈറ്റ് എவ்வளோ ഇருக்கு? 6 ഫീറ്റ്. ഓ, റേറ്റ് എவ்வளோ? 100 rupees வந்து 2000 வரைக்கும். ആ, 100 രൂപ മുതൽ 2000 രൂപ വരെയുള്ള മെഴുകുതിരികളുണ്ട് കേട്ടോ ഇവിടെ. ആ വലുത് കണ്ടില്ലേ, 6 അടി. ഇതെങ്ങനെയായിരിക്കും, എവിടെ ആയിരിക്കും അത് കത്തിച്ചേക്കുന്നത്? നല്ല രസമുണ്ട് ഈ കട ഇങ്ങനെ കാണാനായിട്ട്. ഈ കളർഫുള്ളായിട്ട് നിൽക്കുന്നതുകൊണ്ട്. കുന്തിരിക്കുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഇതുണ്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടല്ലേ. ഏതാ? നേർച്ച കൊടുക്കാനുള്ള ഇങ്ങനെ ഓരോ രൂപങ്ങളാണ് കാണുന്നത് കേട്ടോ. മെഴുകുതിരിക്കട എന്തായാലും ഞെട്ടിച്ച് കളഞ്ഞ കേട്ടോ. ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്രയും കൗതുകമായിട്ട് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വരുന്നവരൊക്കെ സ്ഥിരം കാണുന്നതായിരിക്കും. അത്തരത്തിൽ ഒരുപാട് കടകൾ നമുക്ക് കാണാം. ഇതെന്താ ഇവിടെ തെങ്ങും തൈ വിൽക്കുന്നതാണല്ലോ. ഇവിടുന്ന് തെങ്ങും തൈയൊക്കെ ആരാണ് മേടിച്ചുകൊണ്ട് പോകണല്ലോ. അത് ഉണ്ടല്ലേ പൂമാലകൾ, തെങ്ങും തൈ. ഇത് എവ്വളോ അത്? 150. നിറയെ കച്ചവടക്കാരാണേ. അപ്പോൾ അതെ കണ്ടോ, പള്ളിയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം കാണാം കേട്ടോ. ഈ തല മുട്ടയടിക്കാനും പിന്നെ കാതക്കുത്താനായിട്ടുള്ള അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അതൊക്കെ കുട്ടികളൊക്കെ കരയുന്നതൊക്കെ അവയെ കാത് കുത്തുന്നതുകൊണ്ട് നിലവിളിക്കുന്നതായിരിക്കും. കച്ചവടമാണ് ഇവിടുത്തെ മെയിൻ. ഇവിടെ പള്ളിയിലേക്ക് കൊടുക്കാനുള്ള പൂമാലകൾ വിൽക്കുന്നുണ്ടോ. മലയാളികൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ വരുന്നതിൽ നല്ലൊരു ശതമാനം മലയാളികൾ തന്നെയാണ്. ഇവിടെ കണ്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് വിൽക്കുന്ന കുറേ ചേച്ചിമാരെ കാണാം കേട്ടോ. ഉഴുന്നുവട. ഇതെന്താണ് സംഭവം? ഇങ്ങനെ ഉണ്ട ഉരുട്ടി വെച്ചേക്കാണ്. തേങ്ങാപ്പീരയൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം കേട്ടോ. ചെറിയ പരിപ്പ് വടകൾ, ബോണ്ട, ലൈവായിട്ട് അപ്പം ദോശയൊക്കെ ചുടുന്നു.
അപ്പവും ദോശയും മാത്രമല്ല കേട്ടോ, അത് കണ്ടില്ലേ പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ പുട്ടൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഉണ്ടാക്കുന്നത് ഇവിടെയൊക്കെ വന്നാലും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇതാണ് പുട്ടും കുടം, മൺകുടത്തിലാണ് ഇറക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ പൊടിയും തേങ്ങാപ്പീര കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഈ വിറക് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതൊക്കെ വിൽക്കുന്ന ധാരാളം പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറേ ബോർഡുകളൊക്കെ നമുക്ക് കാണാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് റൈറ്റ്, ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ. പിന്നെ ബസ് സ്റ്റാൻഡ് നേരെ വേളാങ്കണ്ണി ചർച്ച്, മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചേക്കുന്നതാണ്. ഈ കടകളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു വരുന്നേ ഉള്ളേ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ നല്ല കടകളൊക്കെ ഞാൻ നോക്കി നടക്കുവായിരുന്നേ. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും വടയാണ് പറഞ്ഞേക്കുന്നത്. 2 ചെറിയ ഇഡ്ഡലിയും ഒരു ഉഴുന്ന് വടയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്, പിന്നെ ചട്നി ഇതേ ഈ പ്ലേറ്റിൽ ഓൾറെഡി കൊണ്ടുവച്ചിട്ടുണ്ട് ടേബിളിൽ. 2 ടൈപ്പ് ചട്നി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഫുഡൊക്കെ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം 3 ഇഡ്ഡലിയും ഒരു വടയും കൂടെ ചേർത്ത് 65 രൂപയാണ് കേട്ടോ. 15 രൂപയാണ് ഒരു ഇഡ്ഡലിക്ക് റേറ്റ് കേട്ടോ. വടക്ക് 20 രൂപ. അപ്പോൾ ഈ ഒരു സൈഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ലോഡ്ജുകളും ഹോട്ടലുകളൊക്കെയാണ്. പുറത്ത് ഇവിടെ റൂം കിട്ടാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ പള്ളിയുടെ തന്നെ ഒരുപാടുണ്ട്. വയ്യാത്തൊരമ്മേനെ അവരുടെ ഭർത്താവ് കണ്ട സൈക്കിളിൽ തള്ളിക്കൊണ്ട് പോകാനുണ്ടോ, ഇങ്ങനെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന കറക്കുന്ന സൈക്കിളാണ് അത്. ഇവിടെയൊക്കെ ഭിക്ഷാടകർ ഇരിക്കുന്നതുണ്ടോ. ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളൊക്കെ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാട്ടോ. നമ്മൾ കയറിയ ഹോട്ടൽ പിന്നെ ശരവണ ഭവനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഹോട്ടലിലേക്ക് കയറി ഫുഡ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ഈ വഴിയിലേക്ക് ഇറക്കി പൂരിയൊക്കെ വെച്ചേക്കുന്നതൊക്കെ, അതൊന്ന് വാങ്ങിച്ച് കഴിക്കട്ടെ. കാരണം ഈ റോഡിലെ പൊടിയും അഴുക്കും എല്ലാം അതിൽ പറ്റിയിരിക്കും കേട്ടോ. ഉണ്ടാക്കി, അതായത് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഈ മീനൊക്കെ വറുത്ത് അങ്ങനെ വയ്ക്കും, മീനും ഇറച്ചിയൊക്കെ പൊരിച്ചങ്ങനെ വയ്ക്കും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ആ കളറൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചു പോകും. പക്ഷേ ഇതാണ് പ്രശ്നം, ഈ റോഡിലെ എന്ന് വെച്ചാൽ ഈ പള്ളിയുടെ വെളിയിൽ അത്രയും വൃത്തിയൊന്നുമില്ല. ഇവിടുത്തെ ഈ പൊടി വണ്ടികളൊക്കെ പോകുമ്പോഴെല്ലാം ആ ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കും. എന്തിനെന്നറിയോ, നമ്മളിപ്പോൾ വഴിയരികിൽ പുട്ടും അപ്പമൊക്കെ ചുടണ കണ്ടില്ലേ, അപ്പോൾ അവർക്ക് കത്തിക്കാനായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും കേട്ടോ. അതിനെ കത്തിക്കാനായിട്ട് ഇത് ഈ കാറ്റാടി മരം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ വിറകുകളാണെന്ന് തോന്നണം കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഇത് മാർക്കറ്റാണേ. മീനും ഇറച്ചിയും അങ്ങനെയുള്ള ധാരാളം കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. സ്ഥലമില്ല. വലിയ മീനൊക്കെ ഉണ്ട്, അവർക്ക് എടുത്തു വെച്ച് വിൽക്കാൻ സ്ഥലമില്ലാന്ന്. ഇതൊക്കെ ഇതെന്നാ മീൻ? ഇത് മോതാ. ഓക്കെ. ഇതിൻ്റെ തൂക്കം വന്ന കിലോ? 1 കിലോ 250 രൂപ. ഇത് എവിടെ ഇറക്കുക? എത്ര കിലോ ഇറക്കുക? 3 കിലോ. അടിപൊളി. ഇത് കിങ് ഫിഷ് അല്ലേ? ഇത് അതിനെ പിടിച്ചേക്കുന്നുണ്ടോ? ചൂണ്ടക്കുളത്ത് ഇതേ തറഞ്ഞു കയറിയിരിക്കുന്നതൊക്കെ കണ്ടോ. ആ ചൂണ്ട പൊട്ടിച്ച് എടുക്കുവാണ് ചേട്ടൻ ചൂണ്ടക്കുളത്ത്. ഓ, നല്ല ഫ്രഷ് മീനാട്ടോ, ഫ്രഷ്. ചൂരയുണ്ട്. ഓ, ഇത് നോക്കി, ഇത് ചെമ്പല്ലി അല്ലേ? ഇതൊക്കെ വലിപ്പം കണ്ടോ. അയല കണ്ടോ, അയല ക്ലീൻ ചെയ്യുന്നേ. അയല എന്നാ വില? അയല എന്നാ കിലോ? 250. കണ്ണയല കിലോ 250 രൂപ. ഇവിടെയൊക്കെ തൂക്കം കണക്കിനാണ്. പച്ചമീൻ ഞാൻ എങ്ങനെ നാട്ടിക്കൊണ്ട് ഞാൻ കേരളയിൽ നിന്ന് വേറെ. ചെമ്പല്ലിയുടെ 2 ടൈപ്പിലുള്ള ആളാട്ടോ. അത് കണ്ടല്ലേ, രണ്ടും വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് നിങ്ങൾ കാണാനായിട്ട്. വേളാങ്കണ്ണിയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. അതിപ്പോൾ ഈ നടന്ന് വന്ന വഴിക്ക് കണ്ടിപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ വന്നാൽ ഇറച്ചിക്കോഴികൾ. ഗുഡ് മോർണിംഗ്. ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ഇങ്ങനെ ഓരോ പാർട്സായിട്ട് വെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ. ലെഗ് പീസ് വേണമെന്നുണ്ട് അത് വാങ്ങാം, ചെസ്റ്റ് പീസ്, അതുപോലെ കഴുത്ത്, അങ്ങനെ ഓരോരോ പാർട്സായിട്ട് ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നതാണ്. അതെയോ? മലയാളികൾക്ക് വില കുറവാണ്. കിലോ എന്നാ വില ചിക്കൻ? 150 രൂപ. ഇതൊക്കെ ഓരോരുത്തരുടെ ഊഴം കാത്ത് കിടക്കുന്ന കോഴിക്കുട്ടന്മാരാണ്. ഉണ്ടോ, വലിയ മാർക്കറ്റാണ്. അധികം മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നില്ല കേട്ടോ. വേളാങ്കണ്ണിൽ വന്നിട്ട് മാർക്കറ്റ് മാത്രം കാണിച്ചിട്ട് പോയത് നിങ്ങൾ പറയരുത്. അപ്പോൾ അവിടെ ഒരു പള്ളി നമുക്ക് കാണാം കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്, അതാണ് മെയിൻ പള്ളി. ഇവിടെ ഇപ്പോൾ പ്രയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ രാവിലെ 5:40 ഇവിടുത്തെ ഫസ്റ്റ് പ്രയർ. അത് തമിഴിലാണ്, പിന്നെ മലയാളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. മലയാളത്തിലുള്ള പ്രയർ വന്നിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണിക്കാണ് കേട്ടോ. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ വേളാങ്കണ്ണി പള്ളി ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്.
അതുപോലെ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് ഈ പള്ളി ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ വേളാങ്കണ്ണി പള്ളി എന്ന് പറയുമെങ്കിലും ഈ മെയിൻ പള്ളിയില്ലേ, ഈ പള്ളി ബസിലിക്ക ഓഫ് ഓർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് തീർത്ഥാടകരാണ് ഇവിടെ ദിവസേന എത്തുന്നത് കേട്ടോ. അങ്ങനെ ക്രിസ്ത്യൻസ് മാത്രമൊന്നുമല്ല, എന്താ പറയുക, ഓരോ നേർച്ചയൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. രോഗമുക്തിക്ക് വേണ്ടിയിട്ട് മാതാവിനെ പ്രാർത്ഥിക്കാനായിട്ട്, ആരോഗ്യ മാതാവാണല്ലോ, അങ്ങനെ വരുന്നവരുണ്ട്. മൊത്തം 5 പള്ളികളാണ്. അതുപോലെ തന്നെ ഈ എല്ലാ പള്ളികളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള നല്ല വഴികളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ലഭിക്കുന്നത്. പുറത്തുനിന്ന് വളരെ പണ്ട് നടന്ന സംഭവങ്ങളാണ്. ഈ വേളാങ്കണ്ണി പള്ളിയുടെ പരിസരത്ത് താമസിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേർക്കൊക്കെ മാതാവിൻ്റെ ദർശനം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പല അത്ഭുത പ്രവൃത്തികൾക്കും അവർ സാക്ഷിയായിട്ടുണ്ട്. അങ്ങനെ 16-ാം നൂറ്റാണ്ടിലാണ് ആദ്യം ഇവിടെ പള്ളി നിർമ്മിക്കുന്നത് കേട്ടോ. ഗോത്തിക് ശൈലിയിലാണ് കേട്ടോ ഈ പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആരെ ആകർഷിക്കുന്ന ഡിസൈനിലാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ പള്ളികളും, പ്രധാന പള്ളി ഉൾപ്പെടെ എല്ലാ പള്ളികളും നമുക്ക് കാണാം വെള്ള നിറത്തിലാണ്. വെള്ള നിറം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു നിറമല്ലേ. പിന്നെ പ്രധാന മാതാവിൻ്റെ പള്ളി 2 നിലകളായിട്ടാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാട് സീരീസ് ആരംഭിച്ച് പിന്നെ കുറേ വീഡിയോസ് ചെയ്തല്ലോ ഇതിനോടകം. അപ്പോൾ തഞ്ചാവൂർ 1 പ്രാവശ്യം, അതുപോലെ തന്നെ ട്രിച്ചിക്ക് പല പ്രാവശ്യം പോയി. ഇതൊക്കെ ഈ ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി ബസ്സിനായിരുന്നു കേട്ടോ. അപ്പം ഈ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പാണല്ലോ വേളാങ്കണ്ണി. അപ്പോൾ അന്ന് ഞാൻ വിചാരിക്കുന്നതാണ് ഒരു ദിവസം എന്തായാലും ടിക്കറ്റ് എടുത്ത് വേളാങ്കണ്ണിയിൽ ഇറങ്ങണം. ഞാൻ വേളാങ്കണ്ണിയിൽ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ചുരുങ്ങിയതൊരു 20-25 വർഷമെങ്കിലും ആയിട്ടുണ്ട്. സുനാമിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓർമ്മകളൊക്കെ, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാം ഒന്നും ഓർക്കുന്നില്ല കേട്ടോ, ഇത്രയും വർഷമായില്ലേ. എന്തായാലും സുനാമി ഒരിക്കലും മറക്കാൻ പറ്റില്ല. 2004 ഡിസംബർ 26-ാം തീയതി ഉണ്ടായതാണ്. തമിഴ്നാട്ടിലെ ഈ നാഗപട്ടണം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വേളാങ്കണ്ണി പള്ളിയുടെ സമീപത്ത്, ഇവിടുന്ന് ഈ ബീച്ചാണ് തൊട്ടടുത്ത്. അങ്ങനെ വലിയ തിരമാലകൾ, നമ്മൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഹൈറ്റിൽ തിരമാലകൾ അടിച്ചു കയറിയിട്ട്, എന്താ പറയുക, പിന്നീട് രാക്ഷസ തിരമാലകൾ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് കേട്ടോ പത്രങ്ങളിലൊക്കെ ആയിട്ട്. കാരണം നമ്മൾ അന്നേ വരെ സുനാമി എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലുമല്ല. അന്ന് ഇവിടെ സംഭവിച്ച എത്ര പേരാണ് മരിച്ചു പോയത്, തീർത്ഥാടകരും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഈ ബീച്ചിനോട് ചേർന്ന് അവരുടെ കടകളും വീടുകളും എല്ലാം നിമിഷ നേരം കൊണ്ട്, അങ്ങനെ ആ ഒരു ദാരുണമായ ഒരു സംഭവമാണെന്ന് സംഭവിച്ചു കേട്ടോ. അയ്യോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ വേളാങ്കണ്ണിയിലുള്ളവരൊക്കെ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്. അതുമാത്രമല്ല, അന്ന് ഒരുപാട് പേര് മരിച്ചുപോയി. പിന്നെ ഈ അതിന് ശേഷം വീണ്ടും മരണങ്ങൾ സംഭവിച്ചു. അതായത് ഈ സുനാമിയൊക്കെ വന്ന് തിരയടിച്ച് കയറി അങ്ങനെ ഈ ന്യൂമോണിയൊക്കെ ബാധിച്ച് അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു സ്മാരകമൊക്കെ ഈ വേളാങ്കണ്ണിയിൽ പിന്നീട് സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അന്ന് മരിച്ച എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ കൂട്ടമായിട്ട് അടക്കുകയാണ് ചെയ്തത്. അന്ന് പത്രത്തിലും നമ്മൾ ടി വിയിലൊക്കെ വന്ന വാർത്തയൊക്കെ ഉണ്ടാവില്ലേ. ഈ പള്ളിയുടെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ക്ലീനാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട്. പക്ഷേ ഇതിനെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിലൊക്കെ എൻ്റെ പൊന്നോ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം എത്രത്തോളം വൃത്തികേടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ ഈ വേളാങ്കണ്ണിയിൽ വരുന്ന തീർത്ഥാടകർ പ്രധാനമായിട്ടും ചെയ്യുന്നിരുന്ന നേർച്ചയാണ് കേട്ടോ. മെയിൻ ബസിലിക്കയോട് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു പള്ളി കാണാം. ആ പള്ളിയിലേക്ക് നടന്നു പോകാനായിട്ട് വഴിയുണ്ട് കേട്ടോ, കണ്ടില്ല. അതിൻ്റെ മധ്യത്തിലായിട്ട് കടലിലെ മണൽ വിരിച്ചേക്കുന്നതാണ് കേട്ടോ. അതിൽ നമുക്ക് കാണാൻ കണ്ടില്ലേ, മുട്ടിൽ ഇഴഞ്ഞ് പോകുന്നതാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്തും അവർ ആ ഒരു നേർച്ചയിൽ പങ്കെടുത്ത് പോകുന്ന കണ്ടില്ലേ. പിന്നെ ഈ പോകുന്ന വഴിക്കായിട്ട് നമുക്കിങ്ങനെയുള്ള രൂപങ്ങൾ കാണാം കേട്ടോ. ഈ കുരിശിൻ്റെ വഴിയെ പ്രാർത്ഥന നടത്തി പോകാനായിട്ടുള്ള, അത് 2 സൈഡിൽ നമുക്ക് നടന്നു പോകാനായിട്ട് വഴിയുണ്ട്. ഇതിലെ ഈ നേർച്ച നടത്തുന്നവർ, ഈ മുട്ടിൽ അങ്ങനെ പോകുന്നവർ മാത്രമാണ് ഇത് വഴി പോകുകയുള്ളൂ. അപ്പോൾ നമ്മൾ നടന്നു കിടന്ന ആ പള്ളിയുടെ മുന്നിലേക്ക് എത്തിയേ. ഇതിൻ്റെ അകത്തെന്തോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടേ, അതാണ് മൊത്തം കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോഴാ പള്ളിയോട് ചേർന്നത് ഇവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. മാതാവിൻ്റെ രൂപത്തിലുള്ളൊരു ബോട്ടിലാണ് കേട്ടോ, ഇത് കണ്ടില്ലേ. അതിൽ ഈ ഹോളി വാട്ടർ അത് നിറയ്ക്കാനായിട്ടുള്ള 25 രൂപയാണ്. പിന്നെ ഓരോ രൂപങ്ങളൊക്കെ, മെഴുകുതിരി, അങ്ങനെ രൂപങ്ങളൊക്കെയാണ് ഈ സ്റ്റാളുകളിൽ വിൽക്കുന്നത്. അവിടെ ക്യാഷ് അടച്ചിട്ടത് ഈ കൗണ്ടർ കാണിച്ച് നമുക്ക് ആ ബോട്ടിൽ തരും കേട്ടോ. ചെറുതിൽ ഓയിൽ നിറയ്ക്കുന്നത് അല്ലേ, ഉണ്ടോ മാതാവിൻ്റെ രൂപം കണ്ടോ. ഇത് വെള്ളം നിറയ്ക്കാം. ആ കിരീടമല്ലേ, ഇത് അടപ്പാണ്, ഇത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. ഇവിടെ ഒരു കിണറുണ്ട്, ആ കിണറിൽ നിന്നാണ് തോന്നുന്നു വെള്ളം നിറയ്ക്കുന്നത്. പണ്ടിവിടെ വന്നപ്പോൾ വാങ്ങിച്ച ചെറിയൊരു ഓർമ്മയുണ്ട്. ഇതിൻ്റെ ചെറുതും കിട്ടും കേട്ടോ, അതിൻ്റെ ഈ ഓയിൽ നിറയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ടോ. ഇപ്പോൾ ഇതേ വെള്ളം നിറയ്ക്കുന്നത് അതിൻ്റെ അകത്തു നിന്നാണേ. അവിടെ ഹോളി വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളിരിക്കുന്നുണ്ട് ആ കൗണ്ടറിൽ. അപ്പോൾ ഈ ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നിറച്ച് തരും കേട്ടോ. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു, കിണറിൽ നിന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അതേപ്പം അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. ആൽമരത്തിലിങ്ങനെ ഈ അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ നേർച്ചയൊക്കെ ഇവിടെ ചരടൊക്കെ കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ. ചരടും തൊട്ടിലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സാധാരണ നമ്മൾ ഈ തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലാണ് കാണുന്നത്.
സന്താനഭാഗ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന നേർച്ചകളാണ്. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. ഇത് ഈ പള്ളിയുടെ വകയായിരിക്കും. അപ്പോൾ ദേ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ക്രൈസ്റ്റിൻ്റെ വലിയൊരു സ്റ്റാച്യു കാണാം കേട്ടോ, അങ്ങ് ദൂരെ. അപ്പോൾ ബ്രസീലിലെ ക്രൈസ്റ്റ് ദ റെഡീമർ സ്റ്റാച്യു ആയിട്ട് നല്ല സാമ്യമുണ്ടേ. അതുപോലെ ഇവിടെ നമുക്ക് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ കാണാം. ബസ്സുകളും കാറുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസാണ് കണ്ടോ. അപ്പം ഇവിടുത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല. ഇനി പീക്ക് ടൈമിൽ നമുക്കിവിടെ റൂം കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ അങ്ങനെ ക്യൂ നിൽക്കണ്ടായിരുന്നു. സീസൺ ടൈമിൽ ആ ഒരു തിരക്ക് വരുമ്പോഴത്തേനും ക്യൂ ഒക്കെ നിന്ന് വേണം നമുക്ക് ഈ പള്ളിക്കകത്തുള്ള റൂമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ പുറത്താണുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ബ്രസീലിലെ സ്റ്റാച്യു ആയിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമാണ് കേട്ടോ. അതായത് ബ്രസീലിലെ സ്റ്റാച്യു ക്രൈസ്റ്റ് അങ്ങനെ രണ്ട് കൈയും വിരിച്ചല്ല നിൽക്കുന്നത്, ഒരു കുരിശിൻ്റെ മാതൃകയിൽ. ഇതിങ്ങനെ ബ്ലെസ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ്. അകലേന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാർബിൾ ശില്പമൊക്കെ പോലെ തോന്നുന്നത്, പക്ഷേ കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റാച്യു ഇവിടെ 2018 സ്ഥാപിക്കുന്നത്. സാക്രഡ് ഹാർട്ട് സ്റ്റാച്യു എന്നാണ് ഈ സ്റ്റാച്യു അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റാച്യു ഇവിടെ ഗിഫ്റ്റായിട്ട് കൊടുത്ത കേട്ടോ. ആ ഗിഫ്റ്റായിട്ട് കൊടുത്ത ആളുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മിസ്റ്റർ ഫ്രെഡറിക് പൊന്യ ആൻഡ് ഫാമിലി. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെ, അതായത് പെഡസ്റ്റൽ, ആ സ്റ്റാച്യു നിൽക്കുന്ന ഒരു പെഡസ്റ്റലിന് 16 അടി ഹൈറ്റും അതുപോലെ സ്റ്റാച്യുവിന് മാത്രം 62 അടി ഹൈറ്റുമാണുള്ളത്. അങ്ങനെ വരുന്നതിന് മൊത്തം 78 അടി ഹൈറ്റാണ് വരുന്നത് കേട്ടോ. ഇവിടെ നോക്കെ ഐസ് വയ്ക്കുന്നൊരു ചേട്ടൻ. സിപ്പപ്പാണല്ലേ, സിപ്പപ്പ് ഉണ്ട്. പിന്നെ മാംഗോ ബാർ, ചോക്കോ ബാർ. ആ കട്ട് ചെയ്തു. വലിയ സിപ്പ എത്രയാ? 20 രൂപ. പറഞ്ഞിരിക്കട്ടെ, ഈ വെയിലത്ത് അല്പൊരാശ്വാസം. ചെറുതായിട്ട് തലവേദന ഒരു ആരംഭമുണ്ടേ ഈ വെയിലടിച്ചിട്ട്. അപ്പോൾ വേളാങ്കണ്ണിയിലെ ബസ് സ്റ്റാൻഡ് ചെറിയൊരു ബസ് സ്റ്റാൻഡാണേ. വളരെ കുറച്ച് ബസ്സുകൾ മാത്രമാണ് ഇവിടെ കിടക്കുന്നുള്ളൂ. ഇവിടുന്ന് നാഗപട്ടണം ഭാഗത്തേക്കൊക്കെ എപ്പോഴും തന്നെ ബസ്സുണ്ട്. പിന്നെ തഞ്ചാവൂർ, ഇതൊക്കെ തഞ്ചാവൂർ പോകുന്ന വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ബസ് ഇവിടെയാണ് എത്തുന്നത്. ഇത് ഇവിടെ ഒരു കടയിൽ ഒരെണ്ണൻ ഇരുന്നിട്ട് പട്ടാണിക്കടല അത് റോസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അല്ല, പട്ടാണിക്കടല, നിലക്കടല എല്ലാം ഉണ്ട്. അത് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തീ കത്തിക്കുന്ന അടുപ്പിലാണ്. ആ അടുപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അടുപ്പിൽ വിറകല്ല കേട്ടോ കത്തിക്കുന്നത്. അതിന് പകരം ഈ കണ്ടില്ലേ, ഇത് കാഷ്നട്ടിൻ്റെ തൊലിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുണ്ടല്ലേ, അത് ബേണാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചേ ഇതിൽ നടന്നു കഴിയുമ്പം ഈ കാഷ്നട്ട് ഇങ്ങനെ വറക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മണം നമ്മുടെ മുഖിലേക്ക് അടിക്കുക. അപ്പോൾ സംഭവം ഇതാണ് കേട്ടോ, തീ കത്താനായിട്ട്. ഇതിലൊരു ഓയിലി കണ്ടൻറ്റ് ഉണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് കത്തും കേട്ടോ. ഇതല്ലേ, മണലിട്ട് മണലിലാണ് വറുത്തെടുക്കുന്നത് പട്ടാണിക്കടല. ഇതിൻ്റെ ഓയിലി കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് കത്തിത്തീരില്ല, കുറേ ടൈം നിൽക്കും. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നതാണേ. അത് നിറയെ അതാണ് കണ്ടില്ലേ, ആ തോട് പൊളിച്ചിട്ട് ഇട്ടേക്കുന്നതാണ്. ആ ഓയിൽ നമ്മുടെ കയ്യിൽ. ഈ കടയിലെല്ലാം അങ്ങനെ വറവരി ഐറ്റംസാണ്, ചിപ്സ്, കടല, അങ്ങനെയുള്ള സ്വീറ്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാം. അതുകൊണ്ടല്ലേ പൊരിയൊക്കെ വിൽക്കുന്നത്. ഈ വേളാങ്കണ്ണിലൊക്കെ വരുന്നവർ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് പട്ടാണിക്കടല, നമ്മൾ വാങ്ങിക്കില്ലേ കടയിൽ നിന്നൊക്കെ. ഇപ്പോൾ ഇതാണ് കളർ ശരിക്കും കേട്ടോ. ഇതിൽ വറുത്ത് ചെയ്യുന്നതൊക്കെ മഞ്ഞ കളറാണ്. അതിൽ ഈ മഞ്ഞൾ വെള്ളമുണ്ട് കേട്ടോ, അതിൽ മുക്കിയെടുത്തിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്തെടുത്ത് അതിന് ശേഷമാണ് ഈ മഞ്ഞൾ വെള്ളം തളിക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണേ. ബീച്ചിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഇവിടെ ഇങ്ങനെ കല്ലിട്ടിട്ട് ബ്രിഡ്ജ് പോലെ പണിത് വെച്ചേക്കുന്ന നോക്കി. എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ വരുമ്പം ഈ ബീച്ചിൽ ഇതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അതിങ്ങനെ കുറേ സ്ഥലത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിക്കവാറും ഈ സുനാമി കഴിഞ്ഞ ശേഷമായിരിക്കും ഇവിടെ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നുണ്ടോ. 300 ഒരു പീസ്. ഇതെന്നാ മീൻ? അത് പാര. ആ 80 100 60 100 50 2 പ്ലേറ്റ് 100. ഒരു പ്ലേറ്റ് 100. എത്ര പീസ് വരും ഒരു പ്ലേറ്റ്? 5 പീസ്. എറാ പ്ലേറ്റ് 150, കടമ പ്ലേറ്റ് 150, 150, 50. ഓക്കെ, എല്ലാത്തിനും റേറ്റ് പറഞ്ഞാൽ ഈ പൊരി വെയിലത്ത് അവർ ഇരിക്കുന്നത് നോക്കി. എൻ്റെ അന്ന് നേരെ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ, വെയിൽ കാരണം.
என்ன வேணும் உங்களுக்கு? சோறு வேணுமா? இங்கே வெயிட் பண்ணு, நான் வரேன். இங்கே வெயிட் பண்ணு, நான் வரேன். தரேன். പൈസ ഇല്ല, നിങ്ങൾക്ക് സാപ്പാട് വേണമാ? ഞാൻ വാങ്ങിക്കൊടുക്കാം. എங்கே നിൽക്കുക, ഞാൻ വരാം. ഒരു 5 നിമിഷം. പാഴ്സൽ. എന്നാ അമ്മ കുടിക്കോ. ഇവിടെ ഭിക്ഷാടകർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ വഴി സൈഡിൽ ഇങ്ങനെ നിരന്നിരിക്കും അവർ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴേ പുറകെ കൂടും, പിന്നെ പോവില്ല. ആ അമ്മച്ചി വന്നിട്ട് എൻ്റെ ഷർട്ടിൽ കയറി ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടോ, അങ്ങനെ പസിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ. അതാണ്. അപ്പോൾ എന്തായാലും റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. ഈ വെയിലടിച്ചിട്ട് ഈ മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. എൻ്റെ പൊന്നെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വേളാങ്കണ്ണിയിൽ നിന്ന് ഇന്ന് പോകുന്നില്ല കേട്ടോ, നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നാളെ വേളാങ്കണ്ണിയിലെ ഉൾഗ്രാമ കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം, സമാധാനത്തോടെ പോയിരുന്നിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ തൽക്കാലം അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.